സിൻഡിക്കേറ്റ് അംഗം ശ്രീ ജി മുരളീധരൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ മുരളീധരൻ, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് നിങ്ങൾ കഴിഞ്ഞ ദിവസം ഞായറാഴ്ച കൂടിയെടുത്ത തീരുമാനം റദ്ദ് ചെയ്യാൻ ഗവർണർ ആലോചിക്കുന്നു എന്നാണ് അറിയുന്നത്. ചാൻസലർ കൂടിയായ ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ടല്ലോ. അല്ല, ബഹുമാനപ്പെട്ട ചാൻസലർക്ക് സിൻഡിക്കേറ്റ് എടുത്ത ഒരു തീരുമാനം റദ്ദ് ചെയ്യാനുള്ള അധികാരമുണ്ട് ആക്ട് അനുസരിച്ചിട്ട്, തർക്കമില്ല. പക്ഷേ ഏത് സാഹചര്യത്തിലാണ് സിൻഡിക്കേറ്റ് അത് എടുത്തത് എന്നത് സിൻഡിക്കേറ്റിനോട് ചോദിച്ചിട്ട് മാത്രമേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുള്ളൂ. അതനുസരിച്ച് ഗവർണറുടെ ഒരു അറിയിപ്പും സിൻഡിക്കേറ്റിന് വന്നിട്ടില്ല. വരുന്ന മുറയ്ക്ക് ബഹുമാനപ്പെട്ട ചാൻസലറെ ഞങ്ങൾ ആ വിവരം അറിയിക്കും. ഏത് സാഹചര്യത്തിലാണ് ഇതെടുത്തത്, നിയമവിരുദ്ധമാണോ നിയമപരമാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് അറിയിക്കും. ആ വിശദീകരണം മേടിച്ച ശേഷം മാത്രമേ ബഹുമാനപ്പെട്ട ചാൻസലർ ഇതിൽ ഇടപെടൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ അനുകൂലമായ ഒരു തീരുമാനം അല്ലെങ്കിൽ അനുഭാവപൂർണമായ ഒരു തീരുമാനം ഗവർണറിൽ നിന്ന് സിൻഡിക്കേറ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി? ചാൻസലർ ഒരു മഹത്തായ പദവിയാണ്. ഞങ്ങൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു പദവിയാണ്. കേരള സർവകലാശാലയുടെ ഹെഡാണ് ബഹുമാനപ്പെട്ട ചാൻസലർ. അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് തെറ്റായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് സിൻഡിക്കേറ്റ് പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഈ സർവകലാശാല നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് 2 സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് സെനറ്റ് അംഗങ്ങളെയും സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഓർമ്മിപ്പിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായ ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. നിയമപരമായി മാത്രമേ അദ്ദേഹം ഇതെല്ലാം കൈകാര്യം ചെയ്യൂ എന്നാണ് ഞങ്ങൾ കരുതുന്നത്. പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് എവിടെയാണെന്ന് അങ്ങേക്കും അറിവുള്ളതാണല്ലോ. അത് ഗവർണർ കൂടി ഉൾപ്പെട്ട ഒരു വിഷയമാണ്. അതിന്മേലുണ്ടായ തുടർ നടപടികൾ ആണല്ലോ രജിസ്ട്രാറെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തിച്ചത്. ഒരിക്കലും ഗവർണർ എന്ന നിലയ്ക്ക് ഇവിടെ ഈ പരിപാടി കേരള സർവകലാശാല സെനറ്റ് ഹാളിൽ അദ്ദേഹം പങ്കെടുക്കുമ്പോൾ അദ്ദേഹം സർവകലാശാലയുടെ ചാൻസലർ കൂടിയാണ്. ചാൻസലർ എന്ന പദവി ഉപയോഗിച്ചല്ല പരിപാടി പങ്കെടുത്തെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു തരത്തിലും ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള ഒരു ഇടപെടലും സർവകലാശാലയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായാൽ ഞങ്ങൾ അതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ ഒരു കമ്മിറ്റി വെച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി സമഗ്രമായി പരിശോധിക്കും, നീതിപൂർവ്വം അത് പരിശോധിക്കും, സത്യസന്ധമായി പരിശോധിക്കും. ഈ സർവകലാശാലയുടെ ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ ഒരു പ്രൈവറ്റ് പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിന് ഏതെങ്കിലും നിലയിലുള്ള ബുദ്ധിമുട്ട് ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ശക്തമായ പരിശോധന നമ്മൾ നടത്തും. അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യും. അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയില്ല. ഒരിക്കലും ഗവർണറെ ഞങ്ങൾ സർവകലാശാല ഏതെങ്കിലും നിലയിൽ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അദ്ദേഹം ചാൻസലറായി 2 സെനറ്റ് യോഗത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 സെനറ്റ് യോഗത്തിൽ ഇവിടെ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തെ എല്ലാ അർത്ഥത്തിലും ബഹുമാനം കൊടുത്താണ് ഞങ്ങൾ സ്വീകരിച്ചത്. അത് അദ്ദേഹത്തിനും അറിയാം. സിൻഡിക്കേറ്റ് അംഗങ്ങളും സെനറ്റ് അംഗങ്ങളും എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ നല്ല നിലയ്ക്കാണ് അവിടെ പ്രസംഗിച്ചത്. നിങ്ങളെല്ലാവരും നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും രാജ്ഭവനുമായിട്ട് ബന്ധപ്പെടാനാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഞങ്ങൾ അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അദ്ദേഹം പക്ഷെ ഒരു വാചകം കൂടി പറഞ്ഞു ശ്രീ മുരളീധരൻ, അത് ഞാൻ ഏറ്റുമുട്ടലിനില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾക്ക് കീഴ്പ്പെട്ട് നിൽക്കാം അല്ലെങ്കിൽ എല്ലാ തീരുമാനങ്ങളും അംഗീകരിക്കാം എന്നല്ല അതിന്റെ അർത്ഥം എന്നുകൂടി ആ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു. സിൻഡിക്കേറ്റിന് ഇപ്പോഴുള്ള അഭിപ്രായം, ഒരു കാരണവശാലും ചാൻസലറെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരു നിലപാട് കേരള സർവകലാശാല സിൻഡിക്കേറ്റ് എടുക്കില്ല. നിയമം ഒന്ന് ദയവായി ഫോണിൽ തുടരൂ. ഇപ്പോൾ